ചാണക്യ നീതിയിലെ എല്ലാ പാഠങ്ങളും ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിത ശൈലി മെച്ചപ്പെടുത്തുന്നതിനെ ഉപയോഗിക്കാവുന്ന പുതിയ ആശയങ്ങൾ നൽകുന്നവയാണ്. ശരിയായ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതം പൂർണ്ണമായി ജീവിക്കാനുള്ള വഴിയും ഇതിൽ വിവരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ചില ദുശീലങ്ങൾ അവരുടെ ജീവിതത്തിൽ പതനത്തിന് കാരണമാകും. ഈ ദുഷ്പ്രവണതകളുടെ ഫലമായി ഒരു വ്യക്തിക്ക് ദാരിദ്ര്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക പിരിമുറുക്കം എന്നിവ പോലും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ചാണക്യ നീതിയിൽ പറയുന്ന ഒരു വ്യക്തിയുടെ നാശത്തിന് കാരണമാകുന്ന അത്തരം ചില കാര്യങ്ങൾ ഇതാ. ഒരു വ്യക്തി കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അവൻ മടിയനാകുന്നു. കൊടുത്ത ജോലികൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി ദേവി കോപിക്കുന്നു. മറ്റുള്ളവരുടെ പ്രവൃത്തികളിൽ തെറ്റുകൾ കണ്ടെത്തുന്നതും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. മറ്റുള്ളവരുടെ ജോലിയെക്കുറിച്ച് ആകുലപ്പെടാതെ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാത്തിലും വിജയം ലഭിക്കുന്നു. ചാണക്യനീതി അനുസരിച്ച് ഏറ്റവും വലിയ പാപം എന്നത് ഒരു വ്യക്തിയെ അപമാനിക്കുകയോ അവരില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുകയോ അവരെ അപമാനിക്കുകയും സമൂഹത്തിൽ അവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യുക എന്നതാണ്. മറ്റുള്ളവരെ കുറിച്ച് ദോഷം പറയുന്ന, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന ആളുകൾക്ക് ഒരിക്കലും സന്തുഷ്ടരായിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരു വ്യക്തി ഒരിക്കലും പണത്തെക്കുറിച്ച് കൂടുതൽ അഹങ്കരിക്കരുത്. അത്തരം ഞാനെന്ന ഭാവം നിങ്ങളുടെ ബുദ്ധിശൂന്യതയാണ് വെളിവാക്കുന്നത്. ഇതുമൂലം അവൻ മറ്റുള്ളവരെ അപമാനിക്കാൻ തുടങ്ങുന്നു. ഏതെങ്കിലും വ്യക്തിയെ അപമാനിക്കുകയോ മോശം പറയുകയോ ചെയ്യുന്നത് പാപമാണെന്ന് പ്രതിപാദിക്കുന്നു. തന്റെ സമ്പത്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നവർ ലക്ഷ്മി ദേവിയുടെ കോപത്തിന് ഇരയാകുകയും അത്തരം സമ്പത്ത് നശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുവയ്ക്കുന്ന, ചതിയിലൂടെ അത് കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരിക്കലും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കില്ല. മറ്റൊരാളുടെ ഭാര്യയെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മരണശേഷം നരകത്തിലെത്തുമെന്ന് പറയപ്പെടുന്നു. പണത്തിനായുള്ള അത്യാഗ്രഹവും മറ്റുള്ളവരുടെ സമ്പത്ത് നേടാൻ ശ്രമിക്കുന്നതും അടുത്ത ജന്മം വരെ ഒരു വ്യക്തിയെ തൃപ്തിപ്പെടുത്തില്ല എന്ന് പറയുന്നു. ദരിദ്രരായവർ, അശരണന്മാർ, ശക്തർ, ദുർബലർ, വിധവ തുടങ്ങിയവരുടെ അവകാശങ്ങൾ ചൂഷണം ചെയ്യുന്ന ഒരാൾ അധികം വൈകാതെ ദരിദ്രനും നശിക്കുന്നവനുമായി തീരുന്നു. ചാണക്യനീതി അനുസരിച്ച് അത്തരമൊരു വ്യക്തിയുടെ വീട്ടിൽ ഐശ്വര്യം അധിക നാൾ വാഴില്ല. ദാനം എന്നത് വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ്. എന്നാൽ പലരും അത് ചെയ്യുന്നില്ല. ചാണക്യനീതി അനുസരിച്ച് അന്നദാനം ശുപാർശ ചെയ്യുന്നു. ഭക്ഷണം ദാനം ചെയ്യുന്നത് ഒരു വ്യക്തിക്കും അവരുടെ 7 തലമുറക്കും പുണ്യം നൽകുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് നിങ്ങൾ പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും അശരണർക്കും നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഭക്ഷണം നൽകണം. ഇന്നത്തെ കാലത്ത് ആളുകൾ വൈകി ഉറങ്ങുകയും വൈകി ഉണരുകയും ചെയ്യുന്നു. ലക്ഷ്മി ദേവിയെ മാത്രമല്ല ശനിദേവനെയും കോപിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഇത്. ഇത് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നു. സൂര്യോദയത്തിന് ശേഷവും ഉറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ശീലം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ചാണക്യനീതി പ്രകാരം ഒരു വ്യക്തി അമിതമായ ലഹരി ഉപയോഗം മൂലം ആ വ്യക്തിയുടെ കുടുംബത്തിനും ചുറ്റുപാടിനും ക്ലേശകരമാക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ കുടുംബത്തിനും സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ലഭിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഒരു ലക്ഷ്യം കാണാനോ അത് നേടിയെടുക്കാനോ സാധ്യമാകില്ല. അതു കാരണം ആ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും മനോവേദനയാൽ ജീവിക്കേണ്ടി വരുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് യാതൊരു സഹായവും ലഭ്യമാകില്ല. ഇങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാനും സാധ്യമല്ല. ഒരാൾ എല്ലായ്പ്പോഴും ശുദ്ധമായ വസ്ത്രം ധരിക്കണം. വൃത്തികെട്ടതോ മുഷിഞ്ഞതോ ആയ വസ്ത്രം ധരിക്കുന്നവർക്ക് ഒരിക്കലും ഐശ്വര്യം ലഭിക്കില്ല. അവരെ ഐശ്വര്യ ദേവത അനുഗ്രഹിക്കില്ല. വൃത്തികെട്ട വസ്ത്രങ്ങൾ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ഒരാൾ എപ്പോഴും വൃത്തിയായിരിക്കുകയും ശുദ്ധമായ വസ്ത്രം ധരിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.